നമസ്കാരം. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഒരു അവലോകനം എന്ന ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്. നമ്മുടെ ഏറ്റവും ഒടുവിലായിട്ടുള്ള വീഡിയോയിൽ നാം ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എങ്ങനെ സുവിശേഷീകരണത്തിൽ ഉപയോഗിക്കണം എന്ന് നാം കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എങ്ങനെ ഒരു സുവിശേഷകന്റെ മനസ്സോടുകൂടി നമുക്ക് പ്രയോഗിക്കാമെന്നും എങ്ങനെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ ഏർപ്പെടുമ്പോൾ തയ്യാറെടുപ്പുകൾ എടുക്കാമെന്നും നാം ചിന്തിക്കുന്നതായിരിക്കും. ഇതിനായി നമ്മെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ചോദ്യം, ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ വിജയം എന്നാൽ എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ നിലപാടുകളെയും എതിർപ്പുകളെയും സംശയങ്ങളെയും തറ പറ്റിക്കുന്നതാണോ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ വിജയം? ഒരു സംവാദത്തിനൊടുവിൽ നമുക്ക് തോന്നുന്ന അഭിമാനമാണോ വിജയം? അതോ ഒരാളുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിൽ, ഒരുപക്ഷെ ഒരു അവിശ്വാസിയുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിന് ഒടുവിൽ അവരെ ഇളിഭ്യരാക്കുക എന്നതാണോ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ വിജയം? ഒരുപക്ഷെ നമ്മുടെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യൻ തത്വചിന്തകനും വേദശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വില്യം ലെയ്ൻ ക്രെയ്ഗ് ഇങ്ങനെ പറയുന്നു: അപ്പോളജറ്റിക്സ് ഫലപ്രദമാകുന്നത് നമ്മൾ സുവിശേഷത്തിനായി പ്രബലവും ആകർഷകവുമായ വാദങ്ങൾ പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ അവതരിപ്പിച്ച് അന്ത്യഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഉറച്ചുവെച്ച് പത്രോസ് അപ്പോളജറ്റിക്സ് എവണ്ണം ചെയ്യണം എന്നതും കൂടി മനസ്സിൽ ഉറച്ചുവെച്ച് നാം സുവിശേഷീകരണത്തിനായി ഏർപ്പെടുമ്പോൾ ദൈവം രംഗപ്രവേശനം ചെയ്യും. ഞങ്ങൾ ഓരോരുത്തരും അപ്പോളജറ്റിക്സ് ഉപയോഗിച്ച് സുവിശേഷീകരണത്തിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ വാദങ്ങളും അന്ത്യഫലവും ദൈവത്തിന്റെ കാര്യത്തിൽ ഫലമേൽപ്പിച്ചാണ് മുന്നോട്ട് ഓരോ ചുവടുമെടുക്കുന്നത്. നാം ദാസന്മാരല്ലോ, വയല് നാഥന്റെ അല്ലോ, നമ്മുടെ വേല കർത്താവിൻ്റെതാണ്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം കർത്താവിൽ ഫലമേൽപ്പിച്ച് വേണം ഓരോ ചുവടുമെടുക്കാൻ. അപ്പോൾ ഞാൻ മുമ്പ് ഓർമ്മിച്ചതുപോലെ ഒരു ദുഷ്ബുദ്ധിയോടുകൂടി, ശാഠ്യത്തോടുകൂടി ഒരിക്കലും ഇതിൽ ഏർപ്പെടുവാൻ സാധ്യമല്ല. കാരണം നാം ചെയ്യുന്നത് ദൈവവേലയാണ്, സുവിശേഷീകരണമാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. അപ്പോൾ അഹങ്കാരം കാണിക്കുവാനോ അഹംഭാവത്തിനോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാക്ചാതുര്യമോ നമ്മുടെ അറിവോ കാണിക്കാനുമായി അപ്പോളജറ്റിക് സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമ്മൾ കണ്ടെത്തിയ ഒരു നിലപാടിൽ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കണം എന്ന് തോന്നിയാൽ, നമ്മുടെ നിലപാടിന് വ്യത്യാസം വരുത്തണം, പുതിയൊരു നിലപാട് സ്വീകരിക്കണം എന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സും ഒരു താഴ്മയും നാം വെളിപ്പെടുത്തണം. ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ ഏർപ്പെടുന്ന ഒരു വ്യക്തി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളായിരിക്കാം. എങ്കിൽ അതിനും നാം നമ്മുടെ മനസ്സ് തുറന്നിരിക്കണം. എങ്കിൽ മാത്രമേ നാം സത്യത്തെ അന്വേഷിക്കുന്നവരാണെന്നും അതിനാലാണ് നാം ക്രിസ്തുവിനെ പിൻപറ്റുന്നതെന്നും നാം സംഭാഷണത്തിൽ ഏർപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കുകയുള്ളൂ. ഈ തിരിച്ചറിവോടുകൂടെ നമുക്ക് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഒരു ചുവട് എങ്ങനെ എടുത്തു വെക്കാം എന്ന് ചിന്തിക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ശരാശരി മലയാളി ഓഡിയൻസിന് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെ പഠനം ആരംഭിക്കാം എന്നതിനുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇതിലും മേത്തരമായ, ഇതിലും വ്യക്തമായ രീതിയിൽ, ഇതിലും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റിസോഴ്സസ് ലഭിക്കും. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ്, ഒരു തുടക്കമാണ് മാത്രമാണ്. ആദ്യമായി നാം ചെയ്യേണ്ടത് വചന പഠനത്തിൽ ഏർപ്പെടുക. നാം പ്രതിരോധിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ക്രിസ്തുവിലുള്ള ദൈവത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവാധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ പ്രത്യാശയാണ്. വചനം മനസ്സിലാക്കുന്നതിലൂടെയും വചനം പഠിക്കുന്നതിലൂടെയും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സെന്താണ്, തിരുവെഴുത്തുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ വിശ്വാസത്തിനും ബൈബിളിനും ഒരു കൃത്യമായിട്ടുള്ള പ്രതിരോധം നൽകുവാൻ നമുക്ക് സ്വയമേ സാധിക്കാൻ ഇടവരുന്നു. അപ്പോൾ ബൈബിൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ളത് ഒരു ദൈനംദിന ശീലമാക്കുന്നത് ഏറ്റവും അനിവാര്യമാണ്. രണ്ടാമത്, നിങ്ങൾ ചില പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം. ഇത് അപ്പോളജറ്റിക്സ് രംഗത്തുള്ള വളരെയേറെ നാളുടെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ച്, ഒരു മലയാളി ഓഡിയൻസിന് ഇംഗ്ലീഷ് ഭാഷ അധികം കൈവഴക്കമില്ലെങ്കിൽ പോലും വായിച്ചു തുടങ്ങാൻ പറ്റിയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ സജഷൻസ് മാത്രമാണ്. ഇതിലും മേത്രമായ പുസ്തകങ്ങളുണ്ട്, ഇതിലും ലളിതമായിട്ടുള്ള പുസ്തകങ്ങൾ കാണാം. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് വേറെ എങ്ങും ഒരു ഗൈഡൻസ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ചില സ്റ്റെപ്സുകൾ, ചില പുസ്തകങ്ങൾ മാത്രമാണ്. ഒന്ന്, പോൾ ലിറ്റിൽ 1967 പ്രസിദ്ധീകരിച്ച നോ വൈ യു ബിലീവ് എന്ന പുസ്തകമാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലുപരി അറിവുണ്ടായിരുന്നേക്കാം, ഇതിൽ പുതുതായിട്ട് ഒരു അറിവ് ലഭിച്ചില്ലെന്ന് വരാം. പക്ഷെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഒരു പുസ്തകം വായിച്ചെടുക്കാൻ, ലളിതമായിട്ട് വായിച്ചെടുക്കാൻ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്ത പുസ്തകം മോർ ദാൻ എ കാർപ്പൻ്റർ, ജോഷ് മക്ഡവലും ഷോൺ മക്ഡലും എഴുതിയ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ചെറിയ പുസ്തകമാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യമായിട്ട് വായിക്കാം. വളരെ ചെറിയ ലളിതമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അടുത്തത് ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന ലീ സ്ട്രോബൽ എഴുതിയ മറ്റൊരു ചെറിയ പുസ്തകമാണ്. നിരീശ്വരവാദിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന ലീ സ്ട്രോബൽ തന്റെ ഭാര്യ വിശ്വാസത്തിൽ വന്നപ്പോൾ
തന്റെ ഭാര്യയുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസം ഗവേഷണം ചെയ്തതിന്റെ ഒടുവിലായി ഇപ്പോൾ ക്രിസ്തീയ ഗോളത്തിൽ ഒരു പ്രഗത്ഭനായ ക്രിസ്ത്യൻ പ്രഭാഷകനാണ് ലീ സ്ട്രോബൽ. ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തതായി ജെ വാർണർ വാലസ് എന്ന നിരീശ്വരവാദിയായിരുന്ന ഒരു പോലീസ് ഡിറ്റക്റ്റീവ് സുവിശേഷങ്ങളുടെ പഠനത്തിലൊടുവിൽ എത്തിച്ചേർന്ന തന്റെ നിഗമനത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം കോൾഡ് കേസ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സുവിശേഷങ്ങളുടെ ആധികാരികതയ്ക്കും അതിന്റെ ചരിത്രപരതയ്ക്കുമായിട്ടുള്ള ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും പ്രശസ്തമായ പ്രഗത്ഭമായ ഒരു പുസ്തകങ്ങളിലൊന്നാണ് കോൾഡ് കേസ് ക്രിസ്ത്യാനിറ്റി. ഇതും ലളിതമായി നിങ്ങൾക്ക് വായിക്കാവുന്ന ഒന്നാണ്. അടുത്തതായി ദൈവാസ്തിത്വവാദങ്ങളെക്കുറിച്ചുള്ള ഒരു ലളിതമായിട്ടൊരു പുസ്തകം ഓൺ ഗാഡ് എന്ന ഡോക്ടർ വില്യം ലെയ്ൻ ക്രെയ്ഗിന്റെ പുസ്തകത്തിന്റെ സ്റ്റുഡന്റ് എഡിഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് കുറേയും കൂടി ലളിതമാണ് നോർമൽ എഡിഷനേക്കാളും. ഇങ്ങനെയുള്ള പല സിമ്പിൾ പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുന്ന നിങ്ങളുടെ അറിവ് എങ്ങനെ ക്രിസ്തീയ സംഭാഷണങ്ങളിൽ എങ്ങനെ സുവിശേഷീകരണത്തിൽ വിന്യസിക്കണം എന്ന ചോദ്യം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന അടുത്ത പുസ്തകം ടാക്ടിക്സ് എന്ന ഗ്രെഗ് കോക്കൽ എഴുതിയ പുസ്തകമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പതിപ്പും ഇപ്പോൾ ലഭ്യമാണ്. മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ജസ്റ്റ് സജഷൻസ് ആണ്. നിങ്ങൾക്ക് വേറെ എങ്ങും ഒരു സജഷൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് തുടങ്ങാവുന്ന ചില പുസ്തകങ്ങളുടെ പേരുകൾ മാത്രമാണിത്. നിങ്ങൾക്ക് ഡിബേറ്റ്സുകൾ കാണാം. ഇഷ്ടംപോലെ ഡിബേറ്റ്സുകൾ യൂട്യൂബിലും മറ്റുമായിട്ട് ലഭ്യമാണ്. അത് കാണുന്നതിലൂടെ നിങ്ങൾ എതിർഭാഗത്തിന്റെ പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും അവരിൽ ഒരു പ്രഗത്ഭനായ ഒരാൾ ആ എതിർഭാഗത്തിന്റെ വാദങ്ങൾ നിരത്തുന്നതിലൂടെ അവരുടെ നിലപാടുകൾ അവരുടെ ആശയങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ അറിവിന് വളരെയധികം പ്രയോജനപരമായ ഒന്നാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മറ്റും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡിൽ അപ്പോളജറ്റിക്സ് സംബന്ധമായിട്ടുള്ള നല്ല കണ്ടന്റ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില സജഷൻസ് ഇതാണ്: 1C15, ട്രൂത്ത് മാറ്റേഴ്സ്, ട്രൂത്ത് ഫീഡ്സ്, റിവൈവ് 315 തുടങ്ങിയവ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ചില അക്കൗണ്ട്സുകളാണ്. ഇവയൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നടത്തുന്ന UK-യിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ നടത്തി വരുന്ന ചില അക്കൗണ്ടുകളാണ്. എവിഡൻസ് ഫോർ ക്രിസ്ത്യാനിറ്റി മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഇവയൊക്കെ ഫോളോ ചെയ്യുകയും ഇവയിൽ നിന്നുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതുമാണ്. യൂട്യൂബ് ചാനൽസ് വഴിയാണ് നിങ്ങൾക്ക് പഠനം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാഫ്റ്റ് അപ്പോളജറ്റിക്സ്, ഡിഫ്ലൈറ്റ്, ദ കാർപ്പൻറ്റേഴ്സ് ഡെസ്ക്, വാട്ട് വുഡ് യു സേ എന്ന ആനിമേറ്റഡ് വീഡിയോ ചാനൽ, മൈക്ക് വിംഗറിന്റെ എല്ലാ ആഴ്ചയുള്ള 1 hour ബൈബിൾ ക്ലാസ്, ശാസ്ത്രീയപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ റീസൺസ് ടു ബിലീവ്, ഡിസ്കവറി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെയുള്ള യൂട്യൂബ് ചാനൽസും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇവയൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇവരിലൂടെ മറ്റ് കണ്ടന്റ്സും മറ്റ് പ്രഭാഷകരും മറ്റ് പുസ്തകങ്ങളും നിങ്ങൾക്ക് അറിവ് ലഭിക്കും. മേൽ പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അവരുടെ മിനിസ്ട്രീസ്, അവരുടെ വെബ്സൈറ്റ്സ്, അവരുടെ പോഡ്കാസ്റ്റ് അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഓരോരോ അറിവ് ലഭിച്ചു വരും. അങ്ങനെയാണ് എനിക്ക് ഓരോ പുസ്തകങ്ങളെയും ഓരോ കണ്ടന്റിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചത്. ഒരു ലിസ്റ്റ് എടുത്ത് അതെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ക്കാളും ഉപരി ഏറ്റവും പ്രയോജനകരമായത് ഇങ്ങനെയുള്ള പല കണ്ടന്റ്സ് പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും അത് ശ്രദ്ധിക്കുകയും കേൾക്കുന്നതിലൂടെ കൂടുതൽ കണ്ടന്റ്സും കൂടുതൽ റിസോഴ്സസും മനസ്സിലാക്കുവാൻ ഇടയായി. വേറൊന്ന് പോഡ്കാസ്റ്റുകളാണ്. പോഡ്കാസ്റ്റുകൾ ഓഡിയോ മാത്രമായിട്ടുള്ള കണ്ടന്റാണ്. നമുക്ക് പലപ്പോഴും വാട്സപ്പിലൊക്കെ പല പ്രഭാഷകരുടെയും പ്രസംഗങ്ങൾ, കഴിഞ്ഞ ഞായറാഴ്ചയിലെ പ്രസംഗങ്ങളൊക്കെ വാട്സപ്പിൽ ഓഡിയോ ആയിട്ട് നമുക്ക് ലഭിക്കും. അത് നമ്മൾ തൂത്തുവാരുമ്പോൾ, അടുക്കളയിലുള്ള പണി ചെയ്യുമ്പോൾ, തുണി തേക്കുമ്പോൾ, അങ്ങനെയുള്ള വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നാം കേൾക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ഓൺലൈനിൽ ലഭ്യമാകുന്നതാണ്. സ്പോട്ടിഫൈ എന്നുള്ള ആപ്പ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവണ്ണമുള്ള ഓഡിയോ കണ്ടന്റുകൾ ലഭിക്കുന്നതാണ്. അതിൽ എൻ്റെ ചില സജഷൻസ് ഇതാണ്: ഞങ്ങളുടെ മിനിസ്ട്രിയുടെ സാഫ്റ്റ് പോഡ്കാസ്റ്റ്, അപ്പോളജറ്റിക്സ് 315 എന്ന പോഡ്കാസ്റ്റ്, #STR Ask എന്ന പോഡ്കാസ്റ്റ്, TO.bits, ക്രൈസ്റ്റ് കൾച്ചർ ആൻഡ് കോഫി എന്നിവയാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ചില പോഡ്കാസ്റ്റുകളാണ്. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ റെഫർ ചെയ്ത് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് apologetics315.com എന്നുള്ളതാണ്. ഒരുപക്ഷെ അപ്പോളജറ്റിക്സിന്റെ ഒരു വിക്കിപീഡിയ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ അറിവിലുള്ള എല്ലാ പ്രഭാഷകരും, അത് ക്രിസ്തീയ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിശ്വാസ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ, അവരെക്കുറിച്ചുള്ള ഡേറ്റാബേസ്, അവരുടെ വർക്കുകൾ, വരുന്ന വീഡിയോസ്, കണ്ടന്റ് എല്ലാം ആ ഒരൊറ്റ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. മറ്റ് ചില വെബ്സൈറ്റുകൾ reasonablefaith.org, ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ reasons.org, discovery.org എന്നീ വെബ്സൈറ്റുകളാണ്. മുമ്പ് പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റുകൾ, ഈ ചാനൽസ്, ഈ പുസ്തകങ്ങൾ, ഈ പ്രഭാഷകരൊക്കെ നിങ്ങൾ ഓരോ കണ്ടന്റ് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ സൈറ്റുകൾ, അവരുടെ മിനിസ്ട്രി പേജുകൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ആർട്ടിക്കിൾസ്, അവരുടെ വീഡിയോസ്, അങ്ങനെ അവരുടെ ചാനൽസ്, അങ്ങനെ ഓരോ കണ്ടന്റും നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും സുപരിചിതമായി വരും. ഇതാണ് ലളിതമായിട്ട് നിങ്ങൾക്ക് പഠനം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ. നമുക്കെല്ലാവർക്കും ഒരു ഡിഗ്രി എടുക്കാനോ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വരത്തില്ല. പക്ഷേ നമ്മൾ എല്ലാവരും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാവധാനമാണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ട് പഠിക്കാൻ നമുക്ക് ചുവടുകൾ എടുക്കാം. അങ്ങനെയാണ് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിലുള്ള പഠനം നാം ആരംഭിക്കുകയും
മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ സക്സസ് എന്നാൽ എന്ത് എന്ന് മനസ്സിൽ കുറിച്ച് പത്രോസ് ആവശ്യപ്പെടുന്ന വണ്ണം അപ്പോളജറ്റിക്സിൽ ഏർപ്പെടുവാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും സജ്ജരാക്കട്ടെ. കർത്താവ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ നമ്മുടെ ജീവിതത്തിൽ അനിവർത്തമാക്കുവാൻ ദൈവം നമ്മെ നയിക്കുകയും നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. Once again, this is Jacob of Saft Apologetics for Apologetics Media.